ആകാശവാണി. നിതാന്തം തുടർനാടകം രണ്ടാം ഭാഗം. രചന വിഭു പിരപ്പൻകോട്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സന്ധ്യ രാജേന്ദ്രൻ, അനന്തപുരം രവി, സുപർണ ശ്രീധർ, ഐശ്വര്യ നായർ, മഹേഷ് ആർ ജി, മോഹൻ ഐരൂർ, സുരേഷ് പഴവീട്, അർച്ചന ചന്ദ്രൻ, അനീഷ് പി നായർ, ആരോമൽ എസ് എസ്, വിസ്മയ മോഹൻ ആർ എസ്, എം എസ് ശാന്തി, രാധിക നായർ. നിതാന്തം തുടർനാടകം രണ്ടാം ഭാഗം. അമ്മ സ്വയം എടുത്ത തീരുമാനമല്ലേ നൃത്തരംഗം വിടാൻ? ഞാൻ നൃത്തരംഗത്തുണ്ടല്ലോ, നൂറുകണക്കിന് പേരുടെ ടീച്ചറായി. പക്ഷേ ചിലങ്ക അണിഞ്ഞ് നൃത്തം ചെയ്തിട്ട് എത്ര വർഷമാവും? ഏതാണ്ട് 25 വർഷം. കാലം എത്ര വേഗത്തിൽ പോയി എന്ന് ചിലപ്പോൾ തോന്നും. പലപ്പോഴും കാലം ഇഴയുന്നത് പോലെയും. കിട്ടിയതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ചേർത്ത് പിടിച്ചപ്പോഴും ഊർന്നു പോയത് ചിലതുണ്ട്. പക്ഷെ അതിനേക്കാൾ വിലയുള്ളത് നഷ്ടമാകാതിരുന്നതിൽ ദൈവത്തിനോട് നന്ദിയുമുണ്ട്. എനിക്കാണെങ്കിൽ നന്ദി വേണ്ട, പണമോ ഫുഡോ മതി. വിടടി, ഞാൻ പൊടിഞ്ഞു പോവും. ഇതേത് വഴി വന്നു? ആൻറ്റി, ഇവൾക്ക് എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് മാള് വന്നു പറഞ്ഞു. എന്നാ ഉടനെ ആവാമെന്ന് കരുതി. അപ്പോഴാണ് ഇവിടെ നന്ദിയൊക്കെ കൊടുക്കുന്നതായി പറഞ്ഞു കേട്ടത്. നിനക്കത് പോരല്ലോ. ക്യാഷ് ഓർ ഫുഡ്? ആദ്യത്തെ ആയിരിക്കും ലാഭം. നീ പറഞ്ഞ ഉടൻ അവൾ വന്നില്ലേ, അതുകൊണ്ട് അവളെ തന്നെ കളിയാക്കണം. ദേവികെ, ഇന്നെന്താ കോളേജിൽ പോയില്ലേ? പരീക്ഷ, ഇന്ന് ഡ്യൂട്ടി ഇല്ല. ഓഹോ, അപ്പോൾ 2 പേരും ഇരിക്കൂ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ഉച്ചയ്ക്ക് 2 ആളും കാണുമല്ലോ. ഞാൻ എന്തായാലും ഉണ്ട്. ഗീതേ, എനിക്ക് എന്തെങ്കിലും രുചിയുള്ളത് ഉണ്ടാക്കി തരണേ. അവളെ കൂടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ ഹരിയേട്ടനെ സമ്മതിക്കണം. സുരേഷിനെയും. ഓ, നിന്നെ കണ്ടപ്പോ കലാമണ്ഡലം പ്രഭാദേവിയും കോമഡി പറഞ്ഞു തുടങ്ങി. കോമഡി ഒന്നും അല്ലടി, ശുദ്ധ സത്യം. അല്ല, നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അത്യാവശ്യമായിട്ട് കാണണമെന്നൊന്നും പറഞ്ഞില്ല, കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോ നീ വന്നപ്പോ ഒരു അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. നീ എന്താ ഫിലോസഫി പ്രൊഫസർമാർ സംസാരിക്കുന്നത് പോലെ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ്. നിന്നെ കുറച്ച് ദിവസമായി കണ്ടിട്ട്, അതുകൊണ്ടാ മാളൂനോട് പറഞ്ഞേ. പക്ഷെ ഇപ്പോ നീ വന്നത് വളരെ നന്നായി. എന്താടി, വല്ല പ്രശ്നമുണ്ടോ? അമ്മയോടൊരു കാര്യം പറയണം. ഇപ്പോ തോന്നിയതോ? അല്ല, വളരെ നാളായി കരുതിയതാണ്. പക്ഷേ ഇപ്പോ ഇനി വൈകരുതെന്ന് തോന്നി. എന്താ കാര്യം പറ. ഞാൻ അമ്മയുടെ റൂമിൽ വെറുതെ ഒന്ന് കയറിയതാ. ഞാൻ മിക്കവാറും വൈകുന്നേരമോ രാത്രിയാണല്ലോ വരുന്നത്. അപ്പോഴൊന്നും ഈ ഭാഗത്തേക്ക് വരാറുമില്ല. അല്ലെങ്കിലും ഈ റൂം അങ്ങനെ തുറന്നിടാറുമില്ലല്ലോ. ഇപ്പോൾ എന്തു പറ്റി? ഞാൻ ആ ചിലങ്കകളിൽ എൻ്റെ അമ്മയുടെ മനസ്സ് കണ്ടു. ആ ചിലങ്കകൾ മൂകമായിട്ട് ഏകദേശം 25 വർഷമെങ്കിലും ആയി. നമുക്കത് വീണ്ടും അമ്മയുടെ കാലിൽ അണിയിക്കണം. ആ ചിലങ്കകൾ വീണ്ടും നാദമുതിർക്കണം. അത് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ അമ്മയോട് സംസാരിക്കണം. രാജി, അമ്മ ഈ ചിലങ്കകൾ അഴിച്ചതും നൃത്തവേദി വിട്ടതും എന്തിനാണെന്ന് നമുക്ക് 2 പേർക്കും ഒരുപോലെ അറിവുള്ളതല്ലേ? അതെ, കാലമുലയ്ക്കാത്ത തീരുമാനങ്ങളില്ലല്ലോ. ഏതോ ഒരു അപരിചിതന്റെ സ്വാർത്ഥത കാരണം സംഭവിച്ചതല്ലേ എല്ലാം. അതെല്ലാം പഴയ കഥകളായി മാറ്റാൻ പറയൂ. നീ ഒന്ന് സംസാരിച്ചു നോക്ക്. ഒരു കുടുംബം തന്നെ താറുമാറാകാൻ കാരണമായ ഏതോ ഒരാൾ, ഒരു ഭ്രാന്തന്റെ വികൃതികൾ 3 ജീവിതങ്ങൾ തകർത്തില്ലേ? എനിക്കുണ്ടായ നഷ്ടം നിനക്കും അറിയാമല്ലോ. അച്ഛനും അമ്മയും അകന്ന് ജീവിക്കുന്നൊരു കുട്ടി അനാഥയും അതിഥിയുമാണ് ഒരേ സമയം. 2 പക്ഷത്തു നിന്നും പ്രിയങ്ങളും സ്വാർത്ഥതകളും വലിഞ്ഞു മുറുക്കും വടംവലി പോലെ. നടുവിൽ അന്യോന്യ കുറ്റപ്പെടുത്തലിന്റെ മൂകസാക്ഷി.
ശരിയേതെന്നും തെറ്റേതെന്നും അറിയാതെ, ഒപ്പം ആര് അന്യനാരെന്നറിയാതെ. എടി, നീ കൂടുതൽ ഇമോഷണൽ ആകണ്ട. അങ്കിളിനും ആൻറ്റിക്കും അവരുടെ വഴികൾ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടാകും. രണ്ടുപേരും അപ്പോഴും നിന്നെ സ്നേഹിച്ചല്ലോ. പായസം 2 പാത്രങ്ങളിൽ വിളമ്പിത്തന്ന ഏതാണ് അധികം രുചിയെന്നറിയാനാവില്ല. അതുകൊണ്ട് തന്നെ രണ്ടിനും മധുരമില്ലെന്നും തോന്നും. മധുരമില്ലായ്മ കയർപ്പല്ല, മരവിപ്പാണ്, പച്ചവെള്ളത്തിന്റെ നിസ്സംഗത. നീ പറയുന്നത് എനിക്ക് നല്ലവണ്ണം മനസ്സിലാകും. ദിവസങ്ങൾ പകുത്ത് 2 ചെടി പിഴുതുമാറ്റി നടും പോലെ ഒരിക്കലും വേരുറയ്ക്കില്ല. വാടാതിരുന്നത് അവരത്രയും സ്നേഹം ഒഴിച്ചു തന്നിട്ടാകും. ദേവി, പുറം മാത്രമേ ഉണങ്ങാതിരുന്നുള്ളൂ. അകം ആകെ ജലാംശമില്ലാത്ത, ആർദ്രതയില്ലാത്ത, ആഴത്തിൽ വേരാഴ്ത്താതെ ഒരു ചട്ടിയിൽ നട്ട വർണ്ണച്ചെടി. എപ്പോ വേണമോ എടുത്തു മാറ്റാം, എവിടെ വേണമോ. മണ്ണും ആകാശവും സ്വന്തമായില്ലാത്തൊരു ജന്മമാണ് ഞാനും എന്നെ പോലുള്ളവർ. സത്യത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു ആൻറ്റിയും അങ്കിളും ഇങ്ങനെ? എല്ലാ സുഖങ്ങളും സൗകര്യവും ഉണ്ടായിട്ടും നിനക്ക് എപ്പോഴെങ്കിലും ഇവരോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എനിക്ക് സ്നേഹം മാത്രം തരുന്നവർ, എന്നെ കാണാത്ത വേളയിൽ എനിക്ക് വേണ്ടി വഴിക്കണ്ണുമായിരിക്കുന്നവർ, അവരോടെന്തിനു ദേഷ്യം? പക്ഷേ ഒരാളോട്, ഞങ്ങളുടെ കുടുംബത്തിന്റെ സൗഭാഗ്യങ്ങൾ തകർക്കാൻ വന്ന അയാളോട്. നീ നേരത്തെ പറഞ്ഞില്ലേ ഭ്രാന്താണെന്ന്. ലോകത്ത് എനിക്ക് അയാളോട് മാത്രമേ ഉള്ളൂ ദേഷ്യം, ഒരിക്കലും തീരാത്ത ദേഷ്യം. എന്തെങ്കിലും ഒരിക്കലും എനിക്ക് അയാളെ കാണാനായാൽ ആ മുഖത്ത് കാർക്കിച്ചു തുപ്പണം, ഒരു കൂട്ടിൽ സ്ഥിരമായിരിക്കാൻ ഇടം തരാത്തതിന്. ശരിക്കും അയാൾ കുറ്റക്കാരനാണോ? അതെന്താ ഇപ്പൊ ഒരു മനമാറ്റം? അന്ന് അയാളുടെ മേൽവിലാസം തേടിപ്പിടിച്ച് ഭീഷണിക്കത്തയച്ച ആളല്ലേ? അയാളുടെ കാല് തല്ലിയൊടിക്കാൻ കൊട്ടേഷൻ കൊടുക്കാൻ വരെ തീരുമാനിച്ചയാളല്ലേ? അതിന്റെ പേരാണ് വിവരക്കേട്. ഇതിന്റെ പേരാണ് വിവേകം. എനിക്കത്ര വിവേകശാലിയാവാനാവുന്നില്ല. അയാൾ എവിടെയോ പോയി തോലയട്ടെ. നമ്മുടെ ആവശ്യം അമ്മ വീണ്ടും ചിലങ്ക അണിയണം. അതെന്താ നിനക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ഞാൻ അമ്മയുടെ ചിലങ്കകളെടുത്ത് പൊടി തുടയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കണ്ടു. ഞാൻ കാണാതിരിക്കാൻ പരമാവധി നോക്കി, പക്ഷെ കണ്ണുനീർത്തുള്ളികൾ ഉതിർന്നു വീണു. നീ കൂടി വന്ന സാധാരണ അമ്മ നമുക്കിടെ തന്നെ കാണില്ലേ? അതെ, ഇന്ന് പക്ഷെ പെട്ടെന്ന് പോയി കളഞ്ഞു. അമ്മ ഓർമ്മകളിൽ വിങ്ങുകയാണ്. പ്രശസ്തരായ നർത്തകരുടെ പാരമ്പര്യമല്ലേ അമ്മയുടേത്? മുത്തച്ഛനും മുത്തശ്ശിയും ഏകമകളെ അടയാറിലയച്ച് നൃത്തം പഠിപ്പിക്കാൻ മോഹിച്ചതായിരുന്നു. പക്ഷേ അപ്പൂപ്പന്റെ പെട്ടെന്നുള്ള മരണം മൂലം അതൊന്നും നടന്നില്ല. കലാമണ്ഡലത്തിൽ നിന്നും ഉയർന്ന മാർക്കോടെ ഇറങ്ങിയ ശേഷം റിസർച്ചിനിടയിലായിരുന്നു ഇടിവെട്ടിയതുപോലെ. എല്ലാം മുടങ്ങിയതെല്ലാം പുനരാരംഭിക്കാനാവില്ല. ഒരിക്കലെങ്കിലും അമ്മ വീണ്ടും നൃത്തവേദിയിൽ കയറണമെന്നത് എൻ്റെ മോഹമാണ്. നീ അതിനെന്നെ സഹായിക്കണം. നമുക്ക് 2 ആൾക്കും കൂടി ശ്രമിക്കാം. സുരേഷ് ഏട്ടനെയും കൂട്ടാം. നീ ആദ്യം സംസാരിച്ചു നോക്ക്. നീ പറഞ്ഞാൽ അമ്മ അനുസരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തിടുക്കം വേണ്ട, ഞാൻ സൗകര്യം പോലെ ആൻറ്റിയോട് സംസാരിക്കാം. തീരുമാനത്തിൽ എന്തെങ്കിലും അയവുണ്ടോ എന്നറിയട്ടെ ആദ്യം. അതെ, വാ നമുക്ക് അമ്മയുടെ മുറിയിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് സാർ. വളരെ ബെറ്ററായി. നമുക്കിനി വാർഡിലേക്ക് മാറ്റാം. ആഹാരമൊക്കെ ചെറിയ തോതിൽ കൊടുക്കുന്നുണ്ട്. വേണ്ട വേണ്ട, വാർഡിലേക്ക് മാറ്റിയ ശേഷം ബൈസ്റ്റാൻഡർ മതി. ഓ, അപ്പോൾ ബന്ധുക്കൾ ആരും ഇല്ല. മലയാളിയല്ലേ? ഓ, അത് ശരി. അപ്പോൾ ഹാഫ് മലയാളി. ഇപ്പോൾ പൂർണ്ണമായും ബംഗാളിൽ തന്നെയാണോ? ഓ, അത് ശരി. സാറിൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു ജീനിയസ് ആയിരിക്കുമെന്ന്. അല്ല, എന്തായാലും സർജറി വേണ്ടി വരും. അത് ഉടൻ പറ്റില്ല. അദ്ദേഹം ഒട്ടും ആരോഗ്യവാനല്ല. കുറച്ച് ദിവസം ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കാം. അതെ സാർ, അതെ. 2 ദിവസം കൂടെ ICUവിൽ കിടക്കട്ടെ. ഞാൻ 1 മണിക്കൂർ മുമ്പേയും കണ്ടു. നൗ എവറിത്തിങ് ഈസ് ഓക്കെ.
ബട്ട് ഹിസ് ഹെൽത്ത് കണ്ടീഷൻ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വി വിൽ ഡു ദ സർജറി. ഓക്കെ സാർ. സാറ് തിരക്ക് കൂട്ടി വരണ്ട. ഓക്കെ, ബൈ. സാംസ്കാരിക മന്ത്രിയാണോ? അതെ, നമ്മുടെ കയ്യിൽ ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ജീനിയസിനെ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുകയല്ലേ. മെഡിക്കൽ ടീം രൂപീകരിക്കുന്നത് സർജറിക്ക് ശേഷം മതിയെന്ന് ഞാൻ കട്ടായം പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങാണ്ട് നിന്ന് 3-4 ഡോക്ടർമാരെ ചേർത്ത് ഒരു ബോർഡ്, കൃത്യസമയത്ത് റിസൾട്ട് കൊടുക്കുക എന്ന ജോലി കൂടി നമ്മൾ ചെയ്യണം. ഇത്രയും വലിയ ഒരാളെ നമ്മുടെ കയ്യിലേൽപ്പിച്ച വിശ്വാസം സൂപ്പർ. നമുക്കത് സംരക്ഷിക്കണം. പ്രവീൺ ഉണ്ടെന്ന് അറിഞ്ഞു കാണില്ല. ആ, റോഷ്നി ഉണ്ടെന്നവർ അറിഞ്ഞു കാണും അല്ലേ പ്രവീൺ? എന്തായാലും എല്ലാ സൗകര്യങ്ങളും വേഗത്തിലൊരുക്കണം. ഈ വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട അവസ്ഥയിലെത്തിക്കണം. അതിൻ്റെ ചുമതല റോഷ്നിക്ക്. ഓക്കെ മാഡം. അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒരു അധ്യായത്തിന്റെ പേര് മാലാകയോ റോഷ്നിയോ? മറ്റേ അധ്യായം ചെകുത്താനണിഞ്ഞ സ്ഥിതസ്കോപ്പ്. ഓ, എപ്പോഴും ഇങ്ങനെ രണ്ടാളും തുടങ്ങിയ മെർലിനെ വിളിക്ക്. ഓക്കെ മാഡം. രണ്ടുപേരും കുറച്ചു ദിവസം വീട് കാണില്ല. ഈ മനുഷ്യന് ബന്ധുക്കൾ ആരും ഇല്ലെന്ന്. അപ്പോൾ ആ ചുമതലയും നമുക്ക് തന്നെ. പിന്നെ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അത് മിനിസ്റ്റർ ക്ഷണിച്ചിട്ട് ഏതോ സെമിനാറിൽ പേപ്പർ പ്രസന്റ് ചെയ്യാൻ വന്നപ്പോഴാണ് അസുഖമായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നാളെ വൈകുന്നേരത്തോടെ വാർഡിലേക്ക് മാറ്റാം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് മിനിസ്റ്റർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വിസിറ്റേഴ്സ് ആർ നോട്ട് അലൗഡ്. ഇദ്ദേഹം മലയാളിയാണോ? വേഷമൊന്നും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അർദ്ധ മലയാളി, ഹാഫ് ബംഗാളി. മാഡം, പ്രവീൺ എന്തോ ഉള്ളിൽ വിചാരിച്ച് ചിരിച്ചതാണ്. അത് നിനക്കെങ്ങനെ അറിയാം? അവൾക്കല്ലേ നിന്നെ അറിയൂ. ഇതെങ്ങനെ ആവോ ഈശ്വര? ഒന്നും ആവില്ല. ഞാൻ വരച്ച വരയിൽ നിർത്തും. നിതാന്തം തുടർ നാടകം 2-ാം ഭാഗം സമാപിക്കുന്നു. രചന വിഭു പിരപ്പൻകോട്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: പ്രഭാദേവി, സന്ധ്യ രാജേന്ദ്രൻ, രാജശ്രീ, സുപർണ ശ്രീധർ, ദേവിക, ഐശ്വര്യ നായർ, പ്രവീൺ, ആരോമൽ, റോഷ്നി, സനാഷ. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ, വി എൻ ദീപ. ഈ തുടർനാടകത്തിന്റെ 3-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.